പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്രിസ്മസിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ക്രിസ്മസ് രാത്രിക്കായിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരുങ്ങുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വിശുദ്ധമായ ദിനങ്ങളുടെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ് അടിസ്ഥാനപരമായി ദൈവം മനുഷ്യന് ഏറെ വില നൽകുന്ന ഒരു ദിവസമാണ്. നൂറ്റാണ്ടുകളുടെ ഒരുക്കത്തിന് ശേഷം ദൈവം തൻ്റെ പ്രിയപുത്രനെ മനുഷ്യനായി അവതരിക്കുവാൻ അയക്കുന്നു. മനുഷ്യാവതാരത്തിലൂടെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ യാഗമായി ഉദ്ധാനം ചെയ്ത് നമ്മളെ തകർക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന്, ശിക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നയിച്ചു. എത്രയോ വലിയ ഉദാത്തമായ സ്നേഹത്തിൻ്റെ അനുഭവമാണിത്. ഏതു മാനുഷിക യുക്തിക്ക് ഈ സ്നേഹം മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ദൈവം മനുഷ്യനായി അവതരിച്ചുവെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഔദാര്യം, സ്നേഹം, കരുണ എന്ന ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രമല്ല, മനുഷ്യന് ദൈവം കൊടുക്കുന്ന വില എത്രമാത്രമാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. നിങ്ങളെല്ലാവരും ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയായുടെ ജീവചരിത്രം വളരെ മനോഹരമായിട്ട് അനാവരണം ചെയ്ത ആ ചലച്ചിത്രം അത് അനേകരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഒരു കന്യാസ്ത്രീയുടെ ധീരമായ ജീവിത സാക്ഷ്യം, ക്രൈസ്തവമായ സാക്ഷ്യം എന്നതോടൊപ്പം തന്നെ ഭാരതത്തിലെ കുഗ്രാമങ്ങളിലെ ഇന്നത്തെ അവസ്ഥയും വളരെ യാഥാർത്ഥ്യബോധത്തോടെ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അതിൽ സിസ്റ്റർ റാണി മരിയ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അവർക്ക് കുടിവെള്ളം ലഭിക്കാൻ വേണ്ടി, അവർക്ക് മാന്യമായ ഉദ്യോഗം ലഭിക്കാൻ വേണ്ടി, അവരുടെ കൃഷി സാധനങ്ങൾക്ക്, കൃഷിയുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാൻ വേണ്ടിയൊക്കെ അവരോടൊപ്പം യത്നിക്കുന്ന ഒരു സഹോദരിയെ, സന്യാസിനിയെ നമ്മളവിടെ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തനങ്ങളെല്ലാം അവിടുത്തെ ജന്മികളെ പ്രകോപിപ്പിക്കുന്നു. അവർ ഓരോ തരത്തിൽ ഈ ഗ്രാമീണരെ വിഷമിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു വലിയ ദുരന്തത്തിൻ്റെ മുഖത്ത് സിസ്റ്റർ വളരെ വിഷമിച്ച് ഗ്രാമീണരിൽ നിന്ന് തിരസ്കരണമൊക്കെ വാങ്ങി ഇനി എന്ത് ചെയ്യും എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ഗ്രാമീണർ സിസ്റ്ററിനെ കാണാൻ വന്നിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. സിസ്റ്റർ വന്നേ പിന്നാണ് ഞങ്ങൾ മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. സിസ്റ്റർ വന്നേ പിന്നാണ് ഞങ്ങൾ മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ അവകാശങ്ങളുള്ളവരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ മൃഗങ്ങളല്ലെന്ന്, ഞങ്ങൾ അടിമകളല്ലെന്ന് ഞങ്ങൾക്ക് തോന്നിയത് സിസ്റ്റർ വന്നേ പിന്നാണ്. സിസ്റ്റർ വന്ന് അവർക്ക് കുടിവെള്ളം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ചില ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ മാത്രമല്ല ചെയ്തത്, അവരുടെ മനുഷ്യ മഹത്വം വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾ മനുഷ്യരാണ്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ് എന്ന അടിസ്ഥാനപരമായ ഒരു ബോധ്യം അവർക്ക് നൽകുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അങ്ങനെ സ്വന്തം ഛായയും സാദൃശ്യവും ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ
പിന്നെ മൃഗതുല്യമായ ഒരു ജീവിതം നയിക്കുക. നമുക്ക് രണ്ട് സാധ്യതകളാണ് ഉള്ളതെന്ന് പറയും. ഒന്നുകിൽ നമുക്ക് മൃഗങ്ങളെ പോലെ ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് ദൈവികമായിട്ട് ജീവിക്കാം. വലിയ സാധ്യതകളാണ് മനുഷ്യനുള്ളത്. മനുഷ്യൻ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കാണ്. ഒന്നുകിൽ മൃഗതുല്യമായ താല്പര്യങ്ങളുമായിട്ട്, വൈകാരികമായ ആവശ്യങ്ങളുമായിട്ട്, അങ്ങനെ മൃഗത്തിൻ്റെതായ സുഖ ജീവിതങ്ങളുമൊക്കെ ആയിട്ട്, മൃഗീയമായ വാസനകളുമൊക്കെ ആയിട്ട് നമുക്ക് കഴിയാം. അതല്ലെങ്കിൽ ദൈവികമായ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും. ഇതാണ് ക്രിസ്മസ് നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശം. നിങ്ങൾ ഇങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ് മൃഗതുല്യമായ സുഖങ്ങളുടെ ലോകത്തിൽ ജീവിച്ചാൽ പോരാ, മറിച്ച് നിങ്ങൾ ദൈവികമായ മഹത്വത്തിലേക്ക് വളരണം. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് അടിസ്ഥാനപരമായിട്ടൊരു ആത്മാഭിമാനം വേണം, ഒരു സെൽഫ് എസ്റ്റീം വേണം. അത് കേവലം മനഃശാസ്ത്രപരമായ ഒരു കാര്യമല്ല. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു മതിപ്പ് വേണം. അതല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേണ് കഴിയും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്കുണ്ടാകേണ്ട മതിപ്പ് എന്താണ്? എനിക്ക് എന്നെക്കുറിച്ചുണ്ടാകേണ്ട മതിപ്പ്, ഞാൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് തൻ്റെ ഏക പുത്രനെ അയച്ച് എന്നെ രക്ഷിക്കുകയാണ്. ഈ ഒരു അടിസ്ഥാന ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള ധ്യാനം നമ്മളെ സഹായിക്കും. സഹിയോൻ ഊട്ടുശാലയിൽ വെച്ച് സ്ലീഹന്മാരുടെ പാദങ്ങൾ കഴുകാനായിട്ട് ഒരുങ്ങുന്ന കർത്താവിനെ പത്രോസ് തടയുന്നുണ്ട്. കർത്താവേ, നീ ഞങ്ങളുടെ പാദങ്ങളൊന്നും കഴുകണ്ട. ഉടനെ അവിടുന്ന് പറയുന്നുണ്ട്, നിൻ്റെ പാദങ്ങൾ ഞാൻ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ദൈവം മനുഷ്യൻ്റെ പാദങ്ങൾ കഴുകാനായിട്ട് ഇറങ്ങി വരികയാണ്. അത് ഏത് മാനുഷിക യുക്തിക്കാണ് മനസ്സിലാവുക? എന്നിട്ട് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഞാൻ നിങ്ങളെ ആദരിച്ചു, ബഹുമാനിച്ചു, നിങ്ങളിലെ ദൈവികമായ സത്തയെ ഞാൻ ആദരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി പരസ്പരം പാദങ്ങൾ കഴുകണം. നിങ്ങൾ പരസ്പരം ആദരിക്കണം, ബഹുമാനിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ ആദരവ്. എന്തുകൊണ്ടാണ് നമ്മൾ പരസ്പരം ആദരിക്കേണ്ടത്? ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും പേറുന്നവരാണ്. അവരെ നമുക്ക് വെറുതെ അങ്ങ് തള്ളിക്കളയാനായിട്ടാവില്ല. പരസ്പരം ബഹുമാനിക്കുന്ന സമൂഹങ്ങളിലാണ് വളർച്ചയുണ്ടാവുന്നത്. അവിടെ ഒത്തിരി സന്തോഷം ഉണ്ടാവും, അവിടെ ഒത്തിരി പോസിറ്റിവിറ്റി നിറയും. കാരണം എല്ലാവരിലും നന്മയുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ എല്ലാവരെയും ആദരിക്കുക, കാണുന്നവരെല്ലാം ആദരിക്കുക. പണ്ട് കാലത്ത് വീടുകളിലൊക്കെ ഭിക്ഷക്കാർ വരുമ്പോൾ വീട്ടിൽ അമ്മ കുഞ്ഞിനെ കൊണ്ടാണ് പണം കൊടുപ്പിക്കുന്നത്. കുഞ്ഞ് പഠിക്കുകയാണ്, ഈ ഭിക്ഷക്കാരനെയും നീ ആദരിക്കണം, സ്നേഹിക്കണം. ഇപ്പോൾ നമ്മൾ ഭിക്ഷക്കാർ വരുമ്പോൾ, ഇപ്പോൾ വരുവാണെങ്കിൽ തന്നെ പിള്ളേരോട് ഓടി അകത്ത് കയറിക്കൊള്ളാൻ പറയും. കാരണം നമുക്ക് എല്ലാവരെയും ഭയമാണ്. പണ്ടങ്ങനെയല്ല. അവനും ആ ഒരു പാത്രം വെള്ളം കൊടുക്കേണ്ടതാണ്, അവന് നമ്മുടെ ഭക്ഷണം അല്പം കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഓരോരുത്തരെയും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ ചൊല്ലി ആദരിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. മുതിർന്നവർ വന്നാൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പഠിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ പഴയ കുടുംബങ്ങളിൽ വല്യപ്പൻ്റെ ഒരു ചാരുകസേര കാണും. അതിൽ വല്യപ്പനല്ലാതെ ആരും ഇരിക്കുകയില്ല. വല്യപ്പൻ മരിച്ചാലും ആ ചാരുകസേര അവിടെ ഇട്ടേക്കാണ്. കാരണം അത് മുത്തശ്ശനോടുള്ള ആദരവ്, കുടുംബത്തോടുള്ള ആദരവ് എല്ലാവരും പഠിക്കുകയാണ്. ഹൈന്ദവ കുടുംബങ്ങളിലൊക്കെ ആ ചാരുകസേരയുടെ ചുറ്റുമിരുന്ന് അവർ നാമജപം ചൊല്ലുന്ന രീതികളൊക്കെയുണ്ട്. ഇപ്പോൾ അപ്പനൊരു കസേര തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. ആ രീതിയിൽ നമ്മൾ ഈ ആദരവിൻ്റെ ഒരു പാരസ്പര്യത്തെ എല്ലാം മാറ്റിക്കളഞ്ഞു. നമ്മൾ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ബഹുമാനിക്കണം. ആ അധ്യാപകരെ ബഹുമാനിക്കണം. സ്കൂളിൽ പോയാൽ അവരെ നമ്മൾ ഒരിക്കലും അവരോട് നമ്മൾ ഗുരുനിന്ദ കാണിക്കരുത്. ഇന്ന് ഗുരുക്കന്മാരെ മുറിക്കകത്ത് പൂട്ടിയിടുന്നതും പ്രിൻസിപ്പളിനെ കോളേജിൽ പൂട്ടിയിടുന്നതും അതുപോലെ അവരുടെ വഴിമുടക്കുന്നതും ഇതൊക്കെ വലിയ തൻ്റെടിത്തരമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ധീരതയായിട്ടൊക്കെ കരുതപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് കേവലം രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ചെറുപ്പക്കാരെ
വിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ വ്യവസ്ഥിതിയോടുള്ള ആദരവാണ്. മുതിർന്നവരോടുള്ള ആദരവ്, അറിവുള്ളവരോടുള്ള ആദരവ്, ഗുരുവിനെ വന്ദിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. അപ്പോൾ നമ്മൾ ഈ ആദരവിൻ്റെ ഒരു പാരസ്പര്യം പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഇന്നും മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇപ്പോൾ ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കുന്നു, അവിടെ അവർ തമ്മിൽ വലിയ സ്നേഹമാണെന്ന് പറയുന്നു. പക്ഷേ ഒരാൾക്ക് മറ്റൊരാളോട് വലിയ മതിപ്പൊന്നുമില്ല. നീ എൻ്റെ ഒരു ബി ടീം, അത്രയേ ഉള്ളൂ. നിൻ്റെ കഴിവുകളെയോ നിൻ്റെ കാഴ്ചപ്പാടുകളെയോ നിൻ്റെ സ്വപ്നങ്ങളെയോ ഒന്നും ഞാൻ മാനിക്കുന്നില്ല. എൻ്റെതാണ് സ്വപ്നം, എൻ്റെതാണ് കാഴ്ചപ്പാടുകൾ, എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ നടപ്പിലാക്കാനായിട്ട് നീ എൻ്റെ കൂടെ കൂടിക്കൂ, ഇത്രയേ ഉള്ളൂ. അവിടെ ആദരവില്ല. സ്നേഹമുണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷെ അത് മറ്റേ ആൾക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. അതേസമയം രണ്ടു പേർക്കും ആദരവ് കൊടുത്ത് ജീവിക്കാനായിട്ട് പഠിക്കുന്ന ദമ്പതികൾ അവരുടെ കുടുംബാന്തരീക്ഷം എന്നും സന്തോഷം നിറഞ്ഞതായിരിക്കും, പൊട്ടിച്ചിരികൾ നിറഞ്ഞതായിരിക്കും. അവിടെ ആരും ആരെയും അടിച്ചമർത്തുന്നില്ല. എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്പേസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഈ ആദരവിൻ്റെ പാരസ്പര്യം കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. കുഞ്ഞുങ്ങളാണെങ്കിലും മാതാപിതാക്കളെ ആദരിക്കാൻ പഠിക്കണം. അത് മാത്രം മതി. അവരുടെ ജീവിതത്തിൽ എന്നും അതൊരു വലിയ ബോധ്യമായിട്ട് മാറും. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ പഠിക്കാനൊക്കെ ദൂരദേശത്തേക്കൊക്കെ പോയി ശരീരത്തിൻ്റെ തന്നെ വിശുദ്ധി കളയുന്ന സാഹചര്യങ്ങളിൽ അവർ ഏർപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു കാരണം അവർ കണ്ടിരിക്കുന്ന ആദ്യത്തെ സ്ത്രീ പുരുഷ ബന്ധമെന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളുടേതാണ്. ആ സ്ത്രീ പുരുഷന്മാർ, സ്വന്തം മാതാപിതാക്കൾ പരസ്പരം ആദരിക്കുന്നതൊന്നും അവർ കണ്ടിട്ടില്ല. അവർ കണ്ടിട്ടുള്ളത് പരസ്പരം ഉപയോഗിക്കുന്നത് മാത്രമേ. കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് നിങ്ങളെ വേണം, എനിക്ക് നിന്നെ വേണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു റെസ്പെക്റ്റ് അത് കാണാത്തത് കൊണ്ട് തന്നെ ശരീരത്തെയും ആദരിക്കാൻ, ആദരവോടെ കരുതാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പരസ്പരം ശരീരത്തോടുള്ള ആദരവ് നഷ്ടപ്പെടുമ്പോൾ അത് പിന്നെ ഉപയോഗ വസ്തുവായിട്ട് മാറുകയും അവിടെ ധാർമ്മികമായ അധപതനം ആരംഭിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് കുഞ്ഞുനാൾ മുതൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ വളരേണ്ട ഒരു ഭാവമാണ് ഈ ആദരവ്. ഈ ആദരവ് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം ഒന്ന് ആദരവോടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചൊല്ലുന്ന രീതികൾ, അല്ലെങ്കിൽ മുതിർന്നവരെ പരിചരിക്കാൻ പഠിക്കുന്ന രീതികൾ. വീട്ടിലൊരു വല്യപ്പനോ വല്യമ്മയോ ഉണ്ട്, നമുക്കിഷ്ടമുള്ള വർത്തമാനമൊന്നും അല്ല അവരെപ്പോഴും പറയുന്നത്, എങ്കിലും മറുത്തു പറയാതെ അവരുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് വേണ്ടി ചെലവഴിച്ചതാണല്ലോ എന്നോർത്ത് അവരെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ ആ മക്കൾക്ക് പോലും ഒരു വലിയ പരിശീലനം കൊടുക്കുന്നത് എന്താണ്? അപ്പൻ അങ്ങനെയൊക്കെ പറയും മക്കളെ, എന്നാലും അപ്പൻ്റെ ജീവിതം മുഴുവൻ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു. അമ്മ പറയുന്ന വർത്തമാനം കേട്ടാൽ നമുക്ക് പലപ്പോഴും സങ്കടം വരും. പക്ഷേ അമ്മ പണ്ടിങ്ങനല്ലായിരുന്നു. അമ്മ വലിയ കൃത്യതയോടെ, കാര്യപ്രാപ്തിയോടെ കുടുംബത്തെ നയിച്ചതാണ്. സാരമില്ല, പ്രായാധിക്യത്തിൽ അവരങ്ങനെ പറയുന്നതാണ് എന്ന് കരുതി, എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരെ ഉൾക്കൊള്ളാൻ അവരെ പഠിപ്പിക്കുമ്പോൾ അതൊരു വലിയ പരിശീലനമായിട്ട് മാറുകയാണ്. ഇത്തരത്തിലുള്ള പാഠങ്ങൾ, ജീവിത പാഠങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അക്രമത്തിൻ്റെയും ആദരവില്ലായ്മയുടെയും ഒക്കെ ഒരു സംസ്കാരം രൂപപ്പെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇപ്പോൾ നമ്മുടെ മക്കൾ വളർന്ന് ഒരു കമ്പനിയിൽ ജോലിക്ക് ചേർന്നാലും, അല്ലെങ്കിൽ അവരൊരു കട നടത്താനായിട്ട് പോയാലും, അവരെന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങിയാലും മനുഷ്യരോട് പരസ്പരം ആദരവോടെ സംസാരിക്കാൻ അവർക്ക് അറിയത്തില്ലെങ്കിൽ ഇതെല്ലാം പൊട്ടി പാളീസായി പോവുകയാണ്. അതേസമയം ആദരവോടെ സംസാരിക്കാൻ അറിയുന്നവർക്ക്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയുന്നവർക്ക് എവിടെയും വിജയിക്കാനായിട്ട് സാധിക്കും. കാരണം എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്. നമ്മളിലെ നന്മയെ തിരിച്ചറിയുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണെന്ന് തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരിലെ നന്മയെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന ആ വാക്യം നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? ഞാൻ നിങ്ങളെ ജീവൻ തന്നാണ് സ്നേഹിച്ചത്. അതെന്തുകൊണ്ടാണ് ജീവൻ തന്നത്? കാരണം നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ്, നിങ്ങൾ പ്രധാനപ്പെട്ടവരാണ്.
നിങ്ങൾ നശിച്ചു പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറെ വേദനാജനകമാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ മോശമാണെങ്കിലും അപ്പോഴും നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് ഈ ആദരവാണ്. നിന്നിലെ നന്മയെ ഞാൻ തിരിച്ചറിയുന്നു. നീ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം, സ്നേഹം എന്ന് പറയുന്നത് ബഹുമാനവും കൂടിയുള്ളതാണ്, അല്ലാതെ ബഹുമാനമില്ലാത്ത സ്നേഹമില്ല. ബഹുമാനം പരസ്പരം തോന്നുമ്പോഴാണ് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുക. അത് ദൈവം മനുഷ്യനെ ബഹുമാനിച്ചതിൻ്റെ, ദൈവം മനുഷ്യനെ ആദരിച്ചതിൻ്റെ ഏറ്റവും മനോഹരമായ അടയാളമാണ് ക്രിസ്മസ്. മനുഷ്യാവതാരം, മനുഷ്യനായി അവതരിച്ച് മനുഷ്യനെ രക്ഷിക്കുകയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുവിൻ, നമ്മുടെ സഹോദരരെ സ്നേഹിക്കുവിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ എന്നൊക്കെ പറയും. ദൈവഭയം ദൈവത്തോടുള്ള ആദരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ദൈവഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പേടിച്ചിരിക്കുന്നതല്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ ധിക്കരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ വേദനയാണത്. കാരണം എന്താണ്? ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, എന്നെ എത്രമാത്രം ആദരിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല. അതുകൊണ്ട് അതെന്നെ വേദനിപ്പിക്കുകയാണ്. ക്രൈസ്തവ സന്ദേശം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെട്ടോ അവിടെയെല്ലാം മനുഷ്യൻ്റെ മഹത്വവും പ്രഘോഷിച്ചിട്ടുണ്ട്. മനുഷ്യാവതാരം മനുഷ്യൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, മനുഷ്യൻ്റെ വില പ്രഘോഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സുവിശേഷ പ്രഘോഷണം എവിടെല്ലാം നടന്നു അവിടെല്ലാം മനുഷ്യൻ്റെ മഹത്വവും പ്രഘോഷിക്കപ്പെടുന്നു. എവിടെല്ലാം ക്രൈസ്തവ സമൂഹങ്ങൾ രൂപപ്പെട്ടു അവിടെയെല്ലാം ക്രൈസ്തവ സമൂഹങ്ങൾ ചുറ്റുപാടുമുള്ള സമൂഹങ്ങളെ വളർത്താനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ക്രൈസ്തവ സന്ദേശം പ്രഘോഷിക്കപ്പെട്ട് ക്രൈസ്തവ സമൂഹങ്ങൾ രൂപപ്പെട്ടതിന് ശേഷം എത്രമാത്രം വ്യത്യാസങ്ങളുണ്ടായി നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ. അടിമ വ്യാപാരം ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെയൊക്കെ കേരളവും. നമ്മുടെയൊക്കെ പഴയ ചന്തകളിലൊക്കെ അടിമച്ചന്തകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അടിമ വ്യാപാരം തിരുവിതാംകൂർ മഹാരാജാവ് നിരോധിക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരുടെ പ്രേരണയിലാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശത്തിന് വേണ്ടി അവർ പോരാടുന്ന സമയത്ത് ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും ക്രൈസ്തവ മിഷണറിമാരായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പള്ളിക്കൂടങ്ങൾ തുറന്നത് ക്രൈസ്തവരായി. ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ എല്ലാവർക്കും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാമായിരുന്നു, ജാതി മത വ്യത്യാസമന്യേ. കാരണം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് മനുഷ്യൻ്റെ മഹത്വം പ്രഘോഷിക്കാതിരിക്കാനായിട്ടാവില്ല. അതുപോലെ ഗവൺമെൻറ്റിന് സ്കൂളുകൾ തുടങ്ങാൻ സാധിക്കാത്ത ഇടങ്ങളിലൊക്കെ ആദിമ കാലഘട്ടങ്ങളിൽ സഭാ സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമായിരുന്നു. അത് സുവിശേഷം തന്നെയായിരുന്നു. സുവിശേഷത്തിൽ മനുഷ്യന് വിലയുണ്ടെങ്കിൽ മനുഷ്യൻ്റെ വില തിരിച്ചറിയാനായിട്ട് ഏറ്റവും നല്ല മാർഗം വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും പഴയ സർവകലാശാലകളൊക്കെ ക്രൈസ്തവ സംസ്കാരത്തിൽ രൂപം കൊണ്ടത്. അറിവില്ലാതെ മനുഷ്യന് തിരിച്ചറിയാനാവില്ല അവൻ്റെ മഹത്വം. അതുകൊണ്ട് അവൻ അറിവ് നേടണം. ആ സർവകലാശാലകളിൽ തന്നെയാണ് പിന്നീട് നിരീശ്വരവാദവും വളർന്നു വന്നത് നമുക്കറിയാം. അവിടെ തന്നെയാണ് ശാസ്ത്രം വളർന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രം വളർന്നത് കൊണ്ടൊന്നും വിശ്വാസത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത്. കാരണം ശാസ്ത്രം വളർന്നതും ഈ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട സർവകലാശാലകളിലൊക്കെ തന്നെയാണ്. ഇന്നും ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ പ്രശസ്തമായ ഗവേഷണ കേന്ദ്രങ്ങളും അത് അക്കാദമിക സ്ഥാപനങ്ങളുമൊക്കെ സഭയുടേതായിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന മഹത്വമാണ്. എല്ലാവരും മഹത്വം കണ്ടെത്തണം, എല്ലാവരും മഹത്വം കണ്ടെത്തി ജീവിക്കണം. നമ്മുടെ ഭാരതത്തിൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളതാണ്. ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറയുന്ന ആ ചലച്ചിത്രത്തിൽ
ആ ഗ്രാമീണർക്കായിട്ട് ഒരു സ്കൂള് തുടങ്ങാൻ അവിടുത്തെ കന്യാസ്ത്രീകൾ ഉണ്ടാക്കുന്ന ഒരു കൂര, അത് നമ്മൾ കാണുന്നുണ്ട്. എത്ര മനോഹരമാണ്. പക്ഷെ അതിന് അവിടുത്തെ ജന്മി വന്ന് തീയിടുന്നത് നശിപ്പിക്കുന്നത്. കാരണം പഠിച്ചാൽ ഇവരാരും പിന്നെ കൂലി വേലക്കാരായിട്ട് കിട്ടില്ല. ബാലവേലയ്ക്ക് കുട്ടികളെ കിട്ടണമെങ്കിൽ അവർ സ്കൂളിൽ പോകാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സർക്കാർ സ്കൂളുകളിൽ അധ്യാപകർ ശമ്പളം വാങ്ങുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ, കുട്ടികൾ വിദ്യാലയത്തിൽ വരുന്നില്ല? അത് പരിഹരിക്കാനായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. കാരണം ഈ കുട്ടികളില്ലെങ്കിൽ ഈ പശുക്കളെ മേയ്ക്കാനും ആടുകളെ മേയ്ക്കാനും അതുപോലെ കടകളിലൊക്കെ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യാനും ആളില്ലാതെ പോവുകയാണ്. തെരുവ് വേലയ്ക്കായിട്ട്, ബാലവേലയ്ക്കായിട്ട് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ തെരുവ് കുട്ടികളില്ലാത്തത്? കാരണം ഇവിടെ സാർവത്രികമായി നടപ്പിലാക്കിയ വിദ്യാഭ്യാസം കൊണ്ടും പിന്നെ ഉപേക്ഷിക്കപ്പെട്ടവരെന്ന് കരുതുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ സഭ തന്നെ സ്ഥാപിച്ച് നടത്തിയ 100 കണക്കിന് കാരുണ്യ ഭവനങ്ങൾ മൂലവുമാണ്. ആ കാരുണ്യ ഭവനങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഒപ്പിയെടുത്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പൊതുസമൂഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ്. 100 കണക്കിന് കാരുണ്യ ഭവനങ്ങൾ, നമ്മുടെ സിസ്റ്റേഴ്സും ഒക്കെ നടത്തുന്ന കാരുണ്യ ഭവനങ്ങൾ. അപ്പോൾ സഭ നടത്തുന്ന 2 സ്ഥാപനങ്ങൾ, 1 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 2 കാരുണ്യ സ്ഥാപനങ്ങൾ, 3ാമത്തേത് ആശുപത്രികളാണ്. ദൈവത്തിൻ്റെ മഹത്വം പേറുന്ന മനുഷ്യൻ അവൻ രോഗബാധിതനാകുമ്പോൾ അവന് സൗഖ്യത്തിന് അവകാശമുണ്ട്. സുവിശേഷം സൗഖ്യം കൊടുക്കുന്ന കർത്താവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ തുടരുകയാണ്. കാരണം അവൻ മഹത്വമുള്ളവനാണ്. അവൻ രോഗം പിടിപെട്ട് വഴിയരികിൽ കിടന്ന് മരിക്കാനുള്ളവനല്ല. അവന് മരുന്ന് കഴിക്കണം, അവന് സഹായം വേണം. ആ മേഖലകളിലൊക്കെ നമ്മൾ കാണുന്നത്, പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ സന്ദേശത്തിൻ്റെ ഒരു അടിസ്ഥാന ഭാവമാണ് മനുഷ്യന് മഹത്വം കൊടുക്കുന്ന ഈ രീതി. അതെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യന് മഹത്വം കൊടുത്ത ഒരു വലിയ സംഭവമായിരുന്നു മനുഷ്യാവതാരം. ദൈവം മനുഷ്യനായി അവതരിച്ചു. ഇതിൽ പരം എന്ത് മഹത്വമാണ് മനുഷ്യന് വേണ്ടത്? എൻ്റെ ശരീരത്തിൽ അവിടുന്ന് മഹത്വപ്പെട്ടു. മനുഷ്യ ശരീരം മഹത്വീകൃതമായി. കാരണം ദൈവം ഈ ശരീരത്തിൽ വസിച്ചു. പരിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ ഇന്നും ദൈവം ഈ ശരീരത്തിൽ വസിക്കുന്നു. നമുക്ക് ക്രിസ്മസിനായിട്ടൊരുങ്ങുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. ക്രിസ്മസിന് ഒരുക്കമായിട്ട് നമുക്കെല്ലാവർക്കും പരസ്പര ആദരവിൻ്റെ കുറവ് മൂലം ദാമ്പത്യ ബന്ധത്തിൽ വേദനകൾ അനുഭവിക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കാം. പരസ്പരം നന്മകൾ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ
സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. മാറ്റമില്ലാത്ത എൻ്റെ ദൈവമേ, നിനക്ക് ആരാധന. ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെയായ കർത്താവേ, നിനക്ക് ആരാധന. ആദിയും അന്ത്യവുമായവനെ, ആൽഫയും ഒമേഗയുമായവനെ, നിനക്ക് ആരാധന. ഈശോ, നിന്നെ ആദിയും അന്ത്യവുമായി ഏറ്റുപറയുമ്പോൾ എല്ലാം സമയവും കാലവും നിന്റെ അധികാരത്തിൻ്റെ കീഴിലാണെന്ന് ഞാൻ ഏറ്റുപറയുകയാണ്. നീ മാറ്റമില്ലാത്തവനാണെന്ന് ഏറ്റുപറയുമ്പോൾ ഇന്നലെയും ഇന്നും നാളെയും നീ ഒരാൾ തന്നെയാണെന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തിരിച്ചറിവും പ്രഖ്യാപനവുമാണ്. ഇന്നലെ നടത്തിയ ദൈവം ഇന്നെൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, നാളെയും നീ എന്നെ നടത്തും എന്ന എൻ്റെ വിശ്വാസമാണത്. ദൈവജനമേ, തിരുസാന്നിധ്യത്തിൻ്റെ മുമ്പാകെ നമുക്കൊരുമിച്ച് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. ആദിയും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവനെ, മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് നിനക്ക് സ്തുതി മഹത്വങ്ങൾ ഞങ്ങൾ കരേറ്റട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ആവർത്തി ഞങ്ങൾ കാണുന്ന കാഴ്ചയാണല്ലോ. അത്യുന്നത സിംഹാസനത്തിന്റെ മുമ്പാകെ മാലാഖ വൃന്ദങ്ങൾ ഇടതടവില്ലാതെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നത്. ഈശോയെ, മാലാഖമാരോട് ചേർന്ന് വിശുദ്ധരുടെ നീണ്ട നിരയോട് ചേർന്ന് സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ നിനക്ക് ഞങ്ങൾ ആരാധന മഹത്വം കരേറ്റി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ളവരൊക്കെ മുട്ടിന്മേൽ നിന്ന് ഇരുകരങ്ങളും ചെറുതായി ഒന്ന് തുറന്നു പിടിച്ച് നമുക്കൊരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആദിയും അന്ത്യനും നീ മാത്രം യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഈശോയെ,
ദൈവം നമ്മോടുകൂടെ എന്ന ഈ ക്രിസ്മസ് ഒരുക്ക ശുശ്രൂഷയുടെ 24-ാം നാൾ ഞങ്ങൾ കേട്ട് പ്രാർത്ഥിച്ചത്, നീ ഞങ്ങളിൽ ഒരുവനായി സാധാരണത്വങ്ങളിലേക്ക് വന്നിറങ്ങിയതിനെയാണ്. പിതാവിലൂടെ ഈ വചനത്തിൽ ഞങ്ങൾ കേട്ടു മനസ്സിലാക്കുകയായിരുന്നു, ഈശോയെ, ഞങ്ങളുടെ സാധാരണത്വങ്ങളിലേക്ക്, ഞങ്ങളുടെ സഹനങ്ങളിലേക്ക് നീ വന്നിറങ്ങിയതാണ് കാലിത്തൊഴുത്തിലെ നിന്റെ പിറവിയെന്ന്. എന്തുകൊണ്ട് നീ കാലിത്തൊഴുത്തിൽ പിറന്നു? ഞങ്ങളുടെ അരക്ഷിതാവസ്ഥകളെ മനസ്സിലാക്കുന്നൊരു ദൈവം ഞങ്ങളോട് താതാത്മ്യം പ്രാപിച്ചതാണ് ആ പിറവി തന്നെയെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോ, ഞങ്ങളെ നീ മനസ്സിലാക്കുന്നു എന്നത്, ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ കണ്ണീരിനെ, ഞങ്ങളുടെ വീഴ്ചകളെ നീ കാണുകയും ആർദ്രതയോടെ നീ ഞങ്ങളെ നോക്കുകയും ചെയ്യുന്നുവെന്നത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഈശോ, ഈ ഭൂമിയിൽ അനുദിന ജീവിത ഭാരങ്ങളുടെ വെയിലേറ്റ് ഞങ്ങൾ വാടിപ്പോകുന്ന നേരത്ത് നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തണലാണ് കർത്താവേ. മരുഭൂമിയുടെ ഊഷരതയിൽ ഞങ്ങൾ വലയുന്ന നേരത്ത് നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മരുപ്പച്ചയാണ്. ഈശോയെ, ജീവിതത്തിന്റെ സഹനങ്ങളിലും ജീവിതത്തിന്റെ അലച്ചിലുകളിലും പെട്ട് ഞങ്ങൾ വലഞ്ഞു പോകുന്നൊരു കാലത്ത് ഞങ്ങൾക്ക് മേൽ തണലൊരുക്കുന്ന കാരുണ്യമേ, നിനക്ക് ആരാധന. ഈശോ, സഹനങ്ങളിൽ നീ കൂടെ നടക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയും. കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കുമുള്ള ആശ്വാസത്തിന്റെ ദൂത് നീ കൂടെയുണ്ട് എന്നത് തന്നെയാണല്ലോ. കർത്താവേ, നീ ഒന്ന് ചാരത്ത് നിൽക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. ദൈവജനമേ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ഓർത്തെടുത്ത് സഹനങ്ങളിൽ കൂട്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളോടൊപ്പം സഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങിയവനെ, ഞങ്ങൾക്ക് വേണ്ടി പാടുപീഡകളേറ്റ് കുരിശിൽ തകർന്നവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കട്ടെ. ഞങ്ങൾക്ക് നീ കൂട്ടുണ്ട്, ഞങ്ങൾക്ക് നീ തുണയുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. കൂടെ നടന്നിടുവാ, കണ്ണീർ തുടച്ചിടുവാ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, നീ മതിയെന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. നീ മതി എന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ,
നീറുന്ന ശോധനയിൽ നീയല്ലാതാരുമില്ലീ നീറുന്ന ശോധനയിൽ താങ്ങിടുവാൻ പ്രിയനേ തള്ളരുതേഴയെന്നേ താങ്ങിടുവാൻ പ്രിയനേ തള്ളരുതേഴയെന്നേ നീ മതി എന്നേശുവേ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ ഈശോ എന്നവന് പേരിടണം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. കർത്താവേ, ഈശോ എന്നത് നിന്റെ പേരും എമ്മാനുവേൽ എന്നത് നിന്റെ സ്വഭാവവുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, കൂടെയുള്ള ദൈവമേ നിനക്ക് ആരാധന. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ താള് മുതൽ ഞങ്ങൾ കാണുന്നതാണല്ലോ കൂട്ടിറങ്ങി വരുന്ന, കൂടെ നടക്കുന്ന നിന്റെ സാന്നിധ്യം. പർദീസായിൽ ആദ്യ മാതാപിതാക്കളുടെ ഒപ്പം നടന്ന സ്നേഹ സാന്നിധ്യം, പാപം ചെയ്ത് പർദീസായ്ക്ക് വെളിയിൽ പോയവർക്ക് കരുണയോടെ അകമ്പടി പോകുന്ന കാരുണ്യം, സഹോദര ഘാതകനായ കായേന്റെ മേൽ കരുണയോടെ മുദ്ര പതിച്ച് അവന് നൽകുന്ന സ്നേഹത്തിന്റെ സാന്നിധ്യം. ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഈജിപ്തിന്റെ അടിമത്ത കാലത്തെ കടന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അഗ്നിസംഭമായി മേഘത്തൂണായി കൂടെ ഉണ്ടായിരുന്ന സാന്നിധ്യം. ആ മരുഭൂയാത്രയിൽ വാഗ്ദാന പേടകമായി സമാഗമ കൂടാരത്തിൽ കൂടെ വസിച്ച സാന്നിധ്യം. ജെറുസലേമിൽ സോളമൻ പണിത ആലയത്തിൽ ഇറങ്ങി വന്ന സാന്നിധ്യം. ഒടുക്കം ഈ തിരുപ്പിറവിയിൽ ഞങ്ങൾ അനുസ്മരിക്കുന്ന മനുഷ്യാവതാരത്തിലൂടെ ഞങ്ങളോടൊപ്പമായ സാന്നിധ്യം. 33 വർഷത്തെ ജീവിതകാലത്ത്, 3 വർഷത്തെ പരസ്യ ജീവിതകാലത്ത് പ്രത്യേകിച്ച് സങ്കടപ്പെടുന്നവരുടെ, പീഡകളിലൂടെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ കൂടെയായിരുന്ന സാന്നിധ്യം. ഒടുക്കം ലോകാന്ത്യത്തോളം കൂടെയായിരിക്കുവാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് അന്നും ഇന്നും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന സാന്നിധ്യം. എൻ്റെ കർത്താവേ, നീ കൂടെയുണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവതാണ്. നിസ്സാരമായവ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല ഈശോ, നിസ്സാരമായവ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൂടെ കാണണേ എന്ന് തന്നെയാണ്. ഞങ്ങളുടെ കരം പിടിക്കണേ ഈശോ. നീ കൂടെ ഉണ്ടെങ്കിൽ, നീ കൈ പിടിച്ചാൽ ഏതു കനൽ വഴിയും ഞങ്ങൾ നടന്നു കയറും, ഏതു സങ്കട കടലും ഞങ്ങൾ നീന്തി കയറും. കർത്താവേ, കൂടെ ഉണ്ടാകണമേ, ഇനിയും നീ കൂട്ടുവരണമേ എന്ന് തിരുമുമ്പാകെ പ്രാർത്ഥിച്ച് ഇന്ന് ഈ ആശീർവാദത്തിന്റെ നേരത്ത് അകമ്പടി വരുന്ന ദൈവസ്നേഹത്തെ ധ്യാനിക്കാം. അകമ്പടി വരുന്ന ദൈവസ്നേഹത്തെ,
പാപം ചെയ്ത് അകന്നു പോയാലും ഒരു വേള ഒന്ന് തിരികെ നോക്കിയാൽ കരുണയോടെ തേടി വരുന്ന ആ കണ്ണുകളെ ധ്യാനിക്കാം. മൂന്നാവർത്തി തള്ളിപ്പറഞ്ഞവൻ ഒരു വേള കർത്താവിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ അവനെ കൊളുത്തി വലിച്ചു ചേർത്ത് പിടിച്ച ആ സ്നേഹ സാന്നിധ്യത്തെ നമുക്ക് ധ്യാനിക്കാം. ഈശോയെ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളിൽ നീ കരുണയുടെ പുതപ്പായി അവരെ പൊതിഞ്ഞു പിടിക്കണമേ. നമുക്കൊരുമിച്ച് എല്ലാ നിയോഗങ്ങളെയും തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദത്തിനായി ഒരുങ്ങാം. കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കൂരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടിൻ കൂടെയുണ്ട്. കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കൂരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. പുൽക്കൊടിയാമന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കും